നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കടക്കെണി നേരിടുന്ന കേരളത്തെ കരകയറ്റാൻ ധനകാര്യ വകുപ്പ് വിചാരിച്ചിട്ടും രക്ഷയില്ല. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് സംസ്ഥാനം വലയുമ്പോൾ ഇതൊന്നും കേൾക്കാൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് സമയവുമില്ല. ഇന്നലെ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമവായ ചർച്ച വിളിച്ചു ചേർത്തെങ്കിലും ഇതിൽ പങ്കെടുക്കാതെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി വിട്ടുനിൽക്കുകയായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും ധനസഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളം സാമ്പത്തിക ഞെരുക്കത്തിൽ തുടരുമെന്ന തൽസ്ഥിതിയാണ് നിലവിലുള്ളത്. വൈകിട്ട് 4 മുതൽ 7:30 വരെ നീണ്ട ചർച്ചയിൽ കടപരിധി കൂട്ടി നൽകുമെന്ന കാര്യത്തിൽ തീരുമാനം സമവായത്തിൽ എത്തിച്ചേരാൻ ഇരുകൂട്ടർക്കുമായില്ല. സുപ്രീം കോടതിയിൽ കേസുള്ള സാഹചര്യത്തിൽ എങ്ങനെ ക്രിയാത്മകമായി ചർച്ച നടക്കുമെന്ന വികാരമാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി പങ്കുവച്ചത്. കേരളം ഉയർത്തുന്ന ആവശ്യങ്ങൾ നിവേദനമായി പങ്കുവച്ചെങ്കിലും കേന്ദ്രം തീർത്തും അവഗണിക്കുകയായിരുന്നു. മന്ത്രിതല ചർച്ച എങ്ങും എത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തല ചർച്ച തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ വകുപ്പും സംഘവും. കേന്ദ്ര കടമെടുപ്പ് പരിധി കേരളം മറികടന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്ന ആശങ്ക ധനകാര്യ വകുപ്പിനെ അലട്ടുന്നുണ്ട്.